ഛത്തീസ്ഗഡിൽ നടന്ന ഏറ്റുമുട്ടലിൽ 10 മാവോയിസ്റ്റുകളെ വധിച്ചെന്ന് സൈന്യം. സുക്മ ജില്ലയിലാണ് സൈന്യവും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടിയത്. കൂടുതൽ മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ റഷീദ് ചേരുകയാണ്. റഷീദ്, നിലവിൽ അവിടെ ഈ സുക്മ മേഖല എന്ന് പറഞ്ഞ മാവോയിസ്റ്റുകളും അതോടൊപ്പം തന്നെ സൈന്യവും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടൽ നടക്കുന്ന മേഖലയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? 10 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്കായി തെരച്ചിൽ നടത്തുകയാണല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെ സുഗമ ജില്ലയിൽ നേരത്തെയും ഇത്തരത്തിലുള്ള മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ സൈന്യവുമായി നേരത്തെയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് ഈ ഒരു ഏറ്റുമുട്ടലിനൊരു ആരംഭിച്ചത്. കഴിഞ്ഞ രാത്രിയിൽ തന്നെ ഒരാളെ ഇത്തരത്തിൽ ഇത് പിന്നാലെ ഇന്ന് രാവിലെ കൂടുതലായി നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ 10 ഭീകരരെ വധിച്ചിരിക്കുന്നതെന്ന് സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ നിന്നും വധിച്ച മാവോയിസ്റ്റുകളിൽ നിന്നും നിരവധി ആയുധ ശേഖരങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് എന്ന് സൈന്യം വ്യക്തമാക്കുന്നു. എന്തായാലും ഒഡീഷയ്ക്കും ഛത്തീസ്ഗഡിനും ഇടയിലുള്ള അതിർത്തി മേഖലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭീകരർ ഈ പ്രദേശങ്ങളിലേക്ക് കയറുന്നത് എന്ന വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഭീകരരെ കണ്ടത്. ശരി, റഷീദാണ് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ മാവോയിസ്റ്റുകളും സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 10 പേർ കൊല്ലപ്പെട്ടെന്ന് സൈന്യം അവകാശപ്പെട്ടു. വിവരങ്ങളാണ് റഷീദ് നൽകിയത്.